അമ്മ ക്ഷണിച്ചു വരുത്തിയ അതിഥിയാണ് ഇവരെ അപമാനിക്കുന്നത്. ഇവരെ ആദ്യം പുറത്താക്ക്. അത് പറ്റില്ലല്ലോ മോനെ. കല്യാണ പെണ്ണിന്റെ സ്വന്തം ചേച്ചിയും ചേട്ടൻ പ്രകാശും ആ നിൽക്കുന്നത്. അവരെ പറഞ്ഞു വിടാൻ പറ്റുമോ? അല്ല, ഇത് ആരാന്ന് അമ്മ പറഞ്ഞ? കല്യാണ പെണ്ണിന്റെ ചേച്ചി. ഹലോ. ഇത് ചേട്ടൻ പ്രകാശ്. അവിടെ ഇരിക്കട്ടെ ഒരു ഹലോ. ഹലോ. അമ്മ, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല, ഇത് ആര്? ഏട്ടാ, what a surprise. ഏട്ടൻ വന്നല്ലേ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് സന്തോഷായി ഏട്ടാ. അമ്മ, അമ്മയ്ക്ക് താരാണെന്ന് മനസ്സിലായോ? എന്റെ ചേട്ടനാ. ഏട്ടാ, എന്റെ ഹസ്ബൻഡ് മനോജിന്റെ അമ്മയാ ഇത്, ചന്ദ്രിക. ഏട്ടാ, ഇത് മനോജിന്റെ ചേച്ചി. ഇത് ചേട്ടൻ. ഓ, എന്റെ പെണ്ണും മനോജും ചന്ദ്രികാമ്മയുടെ മക്കളാ. മനോജ് എന്റെ പെണ്ണിന്റെ സഹോദരനാണെങ്കിൽ എന്റെ പെങ്ങള് ചന്ദ്രികാമ്മയുടെ മരുമോളാണ്. ചേട്ടാ, ചേട്ടൻ എന്താ ആലോചിക്കുന്നത്? അല്ല, എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എല്ലാ ദേഷ്യവും മറന്ന് ഏട്ടൻ വന്നല്ലോ, എനിക്ക് സന്തോഷായി. എനിക്ക് മോളെ, ഞാനൊരിക്കലും ഈ ജഗനാണ് ഹരിതമോളുടെ ഏട്ടനെന്ന് അറിഞ്ഞിരുന്നില്ല. എന്തായാലും ഇപ്പൊ നമ്മള് ബന്ധുക്കളായല്ലോ. പിന്നല്ലാതെ ബന്ധുക്കളായി. ഈ കാര്യം മാധവേട്ടൻ അറിയുമ്പോ ഒത്തിരി സന്തോഷാവും.
മനോജ് എന്തെങ്കിലും നോക്കുന്ന ചേട്ടൻ കല്യാണം കൂടെ വന്നതാ. ഭഗവാനെ, ഇതെന്റെ പെണ്ണിന്റെ സഹോദരനാ. അളിയ, 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 പേടിക്കണ്ട മനോജളിയ, എന്റെ പിണക്കം മുഴുവൻ ഇന്ന് ഒരു ദിവസത്തോടെ മാറി. അളിയൻ എന്റെ വക ഒരു കല്യാണ സമ്മാനം. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. ഇപ്പൊ ഹാപ്പിയാണല്ലോ അല്ലേ? നീയോളെ എങ്ങനെ പരിചയം? ഈ അങ്കിള് എന്നെ പിച്ചക്കാരെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. എന്റെ കുഞ്ഞിനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച ദൈവം. മോനെ, ഇപ്പൊ ഒന്നും ആലോചിച്ച് നിൽക്കാൻ നേരെയില്ല. മുഹൂർത്തത്തിന് സമയമായി. വേഗം വാ. പിന്നെ ഞാൻ അകത്തേക്ക്. ഇപ്പോ എന്റെ സഹോദരനാ ഇവിടുത്തെ ഹീറോ. എങ്ങനെയുണ്ട്? കുറുപ്പ് സാറേ, മാധവേട്ടാ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാളെ പരിചയപ്പെടുത്തി തരാം. എന്റെ ഒരു ഫ്രണ്ടാ. മോനെ,
അയ്യോ, ഇതാണോ ആള്? അതെ, ഈ മോൻ എന്റെ നല്ലൊരു ഫ്രണ്ടാ. എന്റെ ചന്ദ്രികാമ്മ, ഇത് ജഗൻ, എന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരേ ഒരു മകൻ, ഞങ്ങളുടെ പ്രിയപുത്രൻ. അതെ, എന്റെ മകനെ തന്നെയാണോ എനിക്ക് പരിചയപ്പെടുത്തുന്നത്? അവന് വേറെ പ്രോഗ്രാമുണ്ട്, ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ വരില്ല എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അച്ഛനോടുള്ള ഗുരുത്വവും അനുസരണയൊക്കെ കൊണ്ടാണ് എന്റെ മകൻ ഈ വിവാഹത്തിന് തന്നെ വന്നത്. അല്ലേ മോനെ? ആ അല്ല, ചന്ദ്രികാമ്മ എന്താ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നത്? കുറുപ്പ് സാറിന് 2 ആൺമക്കളുണ്ടെന്നറിയാം. അതെ, ജിതേന്ദ്രനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 2 തവണ ഞാൻ കുറുപ്പ് സാറിന്റെ വീട്ടിൽ വന്നപ്പോഴും ജഗൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ആ, ആ. അതുകൊണ്ട് പരിചയപ്പെടാനും കഴിഞ്ഞില്ല. ഇന്നാണ് അതിന് കഴിഞ്ഞത്. ഓ, അങ്ങനെ. ഏട്ടാ ഇപ്പൊ പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. മോളെ, മനസ്സ് നിറഞ്ഞു. ജഗനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടതാണെങ്കിലും അതൊരു 1-1.5 പരിചയപ്പെടലായിപ്പോയി അല്ലേ ചന്ദ്രു? തമാശ അതല്ല മാധവേട്ട. എന്നോടുള്ള സൗഹൃദം കൊണ്ട് ജഗൻ നമ്മുടെ വീട്ടിൽ വന്ന് ചായ കുടിച്ചിട്ടുണ്ട്. ആ, അത് ഹരിതയുടെ സംബന്ധ വീടാണെന്ന് അറിയാതെയാ. മോളെ, പെട്ടെന്നൊരു ചായയിട്. അമ്മയുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. അമ്മയുടെ സുഹൃത്തോ? അതാരാ? വളരെ അടുത്ത സുഹൃത്താ. മാധവന്റെ വീട്ടുകാരുള്ള ശത്രുത മൂലം ജഗൻ നിങ്ങൾ ആരെയും പരിചയപ്പെടാൻ പോലും മെനക്കെട്ടിട്ടില്ല. അതുകൊണ്ടാ ചന്ദ്രികയെ സുഹൃത്തായി കണ്ട് അവിടെ വന്ന് ചായ സൽക്കാരം സ്വീകരിച്ചതും ഒക്കെ. ആ, എല്ലാം ദൈവനിശ്ചയം എന്ന് പറയാം. തെറ്റി നിന്നവരൊക്കെ ഒന്നായത് ഈ ദിയമോള് കുടുംബത്തിലേക്ക് വന്നതിന്റെ ഐശ്വര്യം. ഇപ്പോ എല്ലാ ബന്ധുക്കളെയും അവര് തമ്മിലുള്ള ബന്ധങ്ങളെയൊക്കെ മനസ്സിലായില്ലേ? അതെ, മുഹൂർത്തം അടുക്കുന്നു. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് നീങ്ങാം. ശരി, ആയിക്കോട്ടെ. എന്റെ ഹൃദയം കവർന്ന പെണ്ണ് അവളീ ചന്ദ്രികാമ്മയുടെ മോളായതുകൊണ്ട് ഇനി ശത്രുതാ മനോഭാവം മാറ്റിയേ പറ്റൂ. ജഗ, നീ സ്നേഹിക്കുന്ന ആ അജ്ഞാത കാമുകിയുടെ കാര്യം ഞാൻ കുറുപ്പ് സാറിനോട് പറയട്ടെ? അയ്യോ, ഇപ്പൊ വേണ്ട, സമയമാകുമ്പോ ഞാൻ പറയാം. ഓ, അത് പറഞ്ഞാ മതി. ഞാനേ സംസാരിക്കാം. അമ്മയ്ക്ക് ഇത് സെറ്റാക്കാൻ പറ്റൂ. വാ മോളെ, വർഷാന്റെ അടുത്തേക്ക് പോവാം. മോള് വാ. എന്നാ വാ, കല്യാണം കഴിക്കാം. എന്താ പറഞ്ഞേ? അല്ല, കല്യാണം നടത്താന്ന് പറഞ്ഞതാ. മോള് വാ.
ശ്യാമേ, ജീവിതം ഒന്നേ ഉള്ളൂ. അത് മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങി ജീവിക്കാനുള്ളതല്ല, നമ്മുടെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കാനുള്ളതാ. എടാ, ഞങ്ങൾ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നീ ഇപ്പോഴും സ്റ്റേണായിട്ടുള്ള ഒരു സ്റ്റാൻഡിലല്ല നിൽക്കുന്നത്. അത് ശരിയാവത്തില്ല. ഞങ്ങളോടൊപ്പം പൂർണ്ണമായിട്ട് സഹകരിക്കണം. എടാ, ഈ അവസരത്തിൽ കുറ്റപ്പെടുത്തുകയല്ല. നിനക്ക് വർഷോടുള്ളത് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, ആത്മാർത്ഥമായ പ്രണയമാണെന്ന സത്യം നീ അവളോട് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ അവൾക്ക് വിക്രമിന്റെ ആലോചന വന്നപ്പോ നിന്റെ അനുവാദം ചോദിച്ചിട്ട് തീരുമാനം അറിയിക്കാന്ന് പറഞ്ഞില്ലേ? എന്താ അതിനർത്ഥം? അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ. അത് അവൾക്ക് നിന്നോടുള്ളത് ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നില്ലെന്ന് തന്നെയാ. അവൾക്ക് നിന്നോട് പ്രണയമായിരുന്നതാ, ശുദ്ധ പ്രണയം. എന്നിട്ട് നീ പറഞ്ഞതോ വിക്രവുമായുള്ള വിവാഹത്തിന് സമ്മതിക്കാൻ. അവിടെ മുതൽ എല്ലാം താളം തെറ്റിയത്. നീ ആകെ ഡിപ്രഷനിലേക്ക് പിന്നെ തകർന്നു പോയില്ലേ? മനസ്സില്ലാ മനസ്സോടെ വിവാഹത്തിന് സംബന്ധിച്ച് ജീവശവമായി നിൽക്കുന്ന അവസ്ഥയാണ് വർഷയ്ക്ക്. ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ ഇനിയും സമയമുണ്ട്. ആ അതെ, വർഷയും വിക്രവുമായിട്ടുള്ള വിവാഹം നടക്കരുത്. നമ്മൾ വർഷയെ ആരും അറിയാതെ തട്ടിക്കൊണ്ട് പോകുക. നമ്മുടെ ഗ്രൂപ്പിലുള്ള കാരുണ്യം ഗ്യാങ്ങും ഒക്കെ ഇന്നലെ തന്നെ വിവാഹത്തിന് എത്തിയിട്ടുണ്ട്. നമ്മളോട് സഹകരിക്കാൻ തയ്യാറായിട്ടാണ് ഇവളും ഫ്രണ്ട്സും വന്നിട്ടുള്ളത്. തട്ടിക്കൊണ്ട് പോകാൻ സൗകര്യപ്രദമായ ഒരിടത്ത് ഇവൾ വർഷയെ കൊണ്ട് എത്തിച്ചിരിക്കും. പിന്നെ അല്ലേ എളുപ്പമായില്ലറിയാ. എന്നിട്ട് നമ്മൾ തീരുമാനിച്ച സ്ഥലത്ത് നിങ്ങളെ എത്തിക്കും. അവിടെ വെച്ച് നിങ്ങൾ പരസ്പരമുള്ള പ്രണയം തുറന്നു പറയുന്നു. ഞങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളെ താലികെട്ട് നടക്കും. ഈ തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എടുത്തതല്ലേ? ഒട്ടും താല്പര്യമില്ലാതെ ഞാൻ നിങ്ങളോട് സമ്മതിച്ചതാണ്. ആദ്യം പോയി വർഷയെ കണ്ട് നമ്മൾ വന്നെന്ന് അറിയിക്കണം. എന്നിട്ടാവാം ബാക്കി കാര്യങ്ങളൊക്കെ. എടാ ശ്യാമേ, സിറ്റുവേഷൻസ് അനുകൂലമല്ലെങ്കിൽ നമുക്ക് വിടക്കാക്കി തനിക്കാക്കാം. എടാ, കൊതിച്ചത് നടക്കണമെങ്കിൽ വിധിച്ചതിനെ തോൽപ്പിച്ചേ പറ്റൂ. ഇവ മോനെ, ദേ നോക്ക്. ജഗൻ, നിങ്ങൾ ഞങ്ങളുടെ അതിഥിയാണ്. ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഏയ്, അതൊന്നും സാറില്ല ഏട്ടാ. ഇതെന്റെ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന കല്യാണ. എല്ലാ ചുമതലകളും ഞാൻ ഏറ്റെടുത്തിരിക്കുക. തൽക്കാലം നിങ്ങള് അതിഥികളെയൊക്കെ പോയി സ്വീകരിച്ചാട്ടെ. ചെല്ലളിയാ. ചെല്ല്. മനോജിന്റെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോ പുലിയെ പോലെ ഗർജിച്ചിരുന്ന ആളാ ജഗൻ. ഇപ്പൊ ഇതാ പൂച്ചയെ പോലെ ഒതുങ്ങി ദാസി വേല ചെയ്യുന്നു.
ജഗന് കാര്യമായ എന്തോ മാറ്റം വന്നിട്ടുണ്ട്. അതിന്റെ കാരണം അന്വേഷിച്ചറിയേണ്ടത് സ്വന്തം ഏട്ടനായി നിങ്ങളുടെ കടമയാണ്.